ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ മേപ്പാടവും വിയപുരവും ആരോമയും നടുഭാഗവും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഇതാ ഈ പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുകയാണ്. ആവേശകരമായിട്ടുള്ള ഫൈനൽ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ UBC കാറ്റഗറിയുടെ വിയപുരം, മൂന്നാമത്തെ ട്രാക്കിൽ ആരോമ ചുണ്ടൻ, നാലാമത്തെ ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ. ഈ 4 ജലചക്രവർത്തിമാരിൽ ആരായിരിക്കും ഇന്ന് ആ കിരീടത്തിൽ മുത്തമിടുക? ആരായിരിക്കും? BBC. പല ഉത്തരങ്ങളാണ്. മേൽപ്പാടമാണോ, വിയപുരമാണോ, ആരോമയാണോ, നടുഭാഗമാണോ? ഇത്രയും നേരം വെയിലത്ത് മഴയത്ത് ശ്വാസമടക്കി നിന്ന കാണികൾ ഇതാ ഈ നിമിഷത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. ആരോമയ്ക്കും ആരാധകരുണ്ട്. ആരോമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആരാധകരുടെ ഒരു വലിയ വൃന്ദം തന്നെ ആരോമ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഒരു പിന്തുടർച്ച എന്നതുകൂടി ചേർത്തു വെക്കണം. വില്ലേജ് ബോട്ട് ക്ലബ് കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടനിൽ 1ാം സ്ഥാനം നേടിയ VBC ക്ലബിന്റെ അതേ ടീമിനെ അടർത്തിയെടുത്താണ് ഈ ആരോമ ടീമിന്റെ ഒരു സൃഷ്ടി തന്നെ. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടൊരു പോരാട്ടം ആരോമയിൽ നിന്ന് പ്രതീക്ഷിക്കണം. ആരോമ 3ാമത്തെ ട്രാക്കിൽ, വിയപുരം 2ാമത്തെ ട്രാക്കിൽ, UBC കാറ്റഗറിയുടെ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടമാണ് 1ാമത്തെ ട്രാക്കിൽ. ഈ സീസണിലെ ഈ ഹീറ്റ്സിലെ ഏറ്റവും മികച്ച ടൈം കണ്ടെത്തിയ മേൽപ്പാടം ചുണ്ടൻ, ഏറ്റവും മികച്ച 2ാമത്തെ ടൈം കണ്ടെത്തിയ നടുഭാഗം 4ാമത്തെ ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റേത്. അങ്ങനെ ഫൈനൽ മത്സരത്തിന് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏതാനും നിമിഷങ്ങൾക്കകം വെട്ടിപ്പൊടി ഇതാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീപാറുന്ന മത്സരത്തിന് പുന്നമടക്കായൽ അരങ്ങു തകർക്കുകയാണ്. പുന്നമടക്കായലിന് തീപിടിച്ചിരിക്കുന്നു. ആരവം മുഴങ്ങുകയാണ്. ആർപ്പുവിളികൾ ഉയരുകയാണ്. 1ാം ട്രാക്കിൽ മേപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേപ്പാടം 1ാം ട്രാക്കിൽ, 2ാം ട്രാക്കിൽ UBC കൈനഗിരി FCയുടെ വിയപുരം, 2ാം ട്രാക്കിൽ, 3ാം ട്രാക്കിൽ ആരോമ ബോട്ട് ക്ലബിന്റെ ആരോമ 3ാം ട്രാക്കിൽ, 4ാം ട്രാക്കിൽ നടുഭാഗം BBC പുന്നമടയുടെ നടുഭാഗം. അങ്ങനെ മേപ്പാടം, വിയപുരം, ആരോമ നടുഭാഗം. അങ്ങനെ തീവാറുന്ന മത്സരം. അങ്ങനെ അടനയമ്പുകൾ അങ്ങനെ വെള്ളത്തിൽ കുത്തിയെറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. മേപ്പാടം, വിയപുരം, ആരോമ നടുഭാഗം. ആരാണ് മുന്നിൽ, ആരാണ് പിറകിൽ പറയുവാൻ നിർവാഹമില്ല. എന്തൊരു പോരാട്ടമാണ്! ഇഞ്ചോടിഞ്ച് പോരാട്ടം. കട്ടയ്ക്ക് കേറിവാളാവക്കളി വെള്ളത്തുള്ളികൾ അഭ്രപാളികൾ പോലെ ചിഹ്നിച്ചു തെറിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നു. അങ്ങനെ പള്ളാത്തുരുത്തിയ ബോട്ട് ക്ലബിന്റെ മേപ്പാടം, വിയപുരം, ആരോമ നടുഭാഗം 4 ജലചക്രവർത്തിമാർ അങ്ങനെ കടന്നു വരുന്നു. ആരാണ് മുന്നിൽ പറയുവാൻ നിർഗമില്ല. എന്തൊരു പോരാട്ടം, എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്! ഇതാണ് മത്സരം, ഇതാണ് മാമാങ്കം. അങ്ങനെ പുന്നമടക്കായലിന് തീ പിടിച്ചിരിക്കുകയാണ്. ഇരുകടകളിലും ആവേശത്തിന്റെ ആർപ്പ് വിളികളുടെ ആരവം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ആവേശം, ഇതാണ് ഫൈനൽ പോരാട്ടത്തിന്റെ കരുത്ത്. തുഴയെറിഞ്ഞ് ഒരു മനസ്സോടുകൂടി ആ ചുണ്ടൻ വെള്ളത്തിന്റെ അമരത്ത് മുതൽ തുഞ്ചത്ത് വരെ ഒരുമിച്ച് നിന്ന് തുഴയെറിയുന്ന ആ തുഴക്കാരുടെ കരുത്ത് കണ്ടോ? ആ വെള്ളത്തുള്ളികൾ ചിന്നി തെറിക്കുന്നത് കണ്ടോ? ആ തെറിക്കുന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം കുതിക്കുന്ന ആ 4 ചുണ്ടൻ വെള്ളങ്ങളെ കണ്ടോ? ആ ചുണ്ടൻ വെള്ളങ്ങളുടെ കരുത്താണ് ജനമാർഗത്തിന്റെ ഈ ഓണപ്പറപ്പിലെ ഒളിമ്പിക്സിന്റെ സൗന്ദര്യം. ഒരു നൂലിൽ കെട്ടിയ പോലെ ഒരുമിച്ച് ഒരേ താളത്തിൽ കുതിക്കുന്ന 4 ടീമുകൾ. മേൽപ്പാടമോ, വിയപുരമോ, ആരോമയോ, നടുഭാഗമോ, ആരാണെന്ന് ആകാശ ദൃശ്യത്തിൽ പോലും പറയുക പ്രയാസമാണ്. നേരിയൊരു എഡ്ജുണ്ടായിരുന്നു ആദ്യം നടുഭാഗത്തിന്. അത് മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ആരോമയും വിയപുരവും മേൽപ്പാടവും ഒപ്പത്തിനൊപ്പമുള്ള മുന്നേറ്റമാണ്. ഒപ്പത്തിനൊപ്പം ചിറമുറി അടയ്ക്കുമ്പോൾ ആരായിരിക്കും മുന്നിലെത്തുക? BBC പുന്നമടയുടെ സ്വന്തം നടുഭാഗമോ, ആരോമ ബോട്ട് ക്ലബിന്റെ ആരോമ ചുണ്ടനോ, അതോ വിയപുരമോ? കഴിഞ്ഞ തവണത്തെ കിരീടം നേടിയ വിയപുരം വീണ്ടും ആ വെള്ളിക്കപ്പ് സ്വന്തം വഞ്ചിയുടെ മടിത്തട്ടിലേക്ക് ഏറ്റെടുക്കുമോ? നടുഭാഗം ചുണ്ടൻ കുതിച്ചു കയറുന്നു. ആ ചിറമുറി കഴിയുമ്പോൾ PBCയുടെ പുന്നമടയുടെ നടുഭാഗത്തിന്റെ കുതിപ്പ്
അതെ, നടുഭാഗത്തിന്റെ കുടുപ്പിലാ കാണുകയാണ് ഇഞ്ചോടിഞ്ഞു പോരാട്ടം. അത് നടുഭാഗം 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നടുഭാഗം എന്ന് മുന്നേറുന്ന കാഴ്ച. തൊട്ടു പിന്നിലായി അരോമയുണ്ട്, വിയപുരമുണ്ട്, മേപ്പാടമുണ്ട്. ഇഞ്ചോടിഞ്ഞു പോരാട്ടം. എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്. 72ാമത് നെഹ്റു ട്രോഫി മുത്തമിടുവാൻ അങ്ങനെ കരുത്തു പകരുന്ന 4 ജലചക്രവർത്തിമാരുടെ തേരോട്ടത്തിനിതാ പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുകയാണ്. ആർപ്പുവിളികളുടെ ആരവത്തിന്റെ അങ്ങനെ ആരവം മുഴങ്ങുന്ന കാഴ്ച. ആവേശഭരിതമായി കാണികൾ ആവേശ തിമിർപ്പിലാണ്. അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേപ്പാടം, വീയപുരം, ആരോമ, നടുഭാഗം അങ്ങനെ പോരാട്ടം കനക്കുന്നു. ആർപ്പോ 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 ആർപ്പിട്ട് മുന്നേറുന്ന 4 സംഘങ്ങൾ ഒന്നൊന്നായി മുന്നേറുന്ന 4 സംഘങ്ങൾ. മേൽപ്പാട, കേരള, വീയപുരമേ, കരുത്തുകാട്ട്, ആരോമേ, നടുഭാഗമേ, നേതൃത്വമുണ്ട്. ഇതാ പുന്നമടയെ കീഴ്മുറിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ആരാണ് ഒന്നാം 4 ആരാണത്? BBC പുന്നമടയുടെ നടുഭാഗമോ അതോ മേൽപ്പാടമോ നടുഭാഗമോ അതോ ആരോമയോ? ഒന്നും പറയാൻ കഴിയുന്നില്ല. ഉത്തരം കിട്ടാത്ത ഉത്തരം. അരോമയുടെ സുഗന്ധമാണോ? അരോമ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അരോമയുടെ മികവാണ് എന്ന് തോന്നുന്നു. യെസ്, അരോമ ഫോട്ടോ ഫിനിഷിൽ, റീപ്ലേയിൽ വ്യക്തമാണ്. ആ ചുണ്ടന്റെ കൂമ്പ്. BBC കൈനകരി കഴിഞ്ഞ കൊല്ലം ചാമ്പ്യന്മാരായ അതേ ടീമിനെ കൊണ്ട് ഇത്തവണ പുതുതായി എത്തിയ അരോമ പുന്നമടയിൽ അരോമയുടെ തേരോട്ടം, അരോമയുടെ കുതിപ്പാണ്. കരുത്തന്മാരെ മേൽപ്പാടത്തെ, വീയപുരത്തെ, നടുഭാഗത്തെ നേരിയ വ്യത്യാസത്തിൽ, ഒരു നൂലിഴ വ്യത്യാസത്തിൽ മറികടന്ന് അരോമയുടെ കുതിപ്പ്. ആദ്യമായി പുന്നമട നെഹ്റു ട്രോഫിയിൽ കളത്തിലിറങ്ങിയ വള്ളമാണ്, ആദ്യമായി ഇറങ്ങിയ ചുണ്ടനാണ്. യെസ്, 4 മിനിറ്റ് 23.328. അരോമ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് നടുഭാഗം, 3ാമൻ വീയപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.